ഒരു പ്രോഗ്രാമാണ് ടു ഡിസ്പ്ലേ ദ സ്ക്വയർ ഓഫ് എ നമ്പർ. നമുക്കറിയാം ഒരു നമ്പറിനെ നമ്മൾ ഇൻപുട്ട് ചെയ്യണം, അതിനുശേഷം വേണം നമ്മളതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ജാവാ സ്ക്രിപ്റ്റിലൂടെ ഒരു ഫംഗ്ഷനിലൂടെ അത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ HTML ഹെഡ് ടൈറ്റിൽ, അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ജാവാ സ്ക്രിപ്റ്റ്. എപ്പോഴും സ്ക്രിപ്റ്റ് ലാംഗ്വേജ് നമ്മൾ സ്പെസിഫൈ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അത് കഴിഞ്ഞ് ഫംഗ്ഷൻ ഷോ സ്ക്വയർ, നമ്മൾ ഷോ സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ എഴുതി. എന്നിട്ട് var num, ans രണ്ട് വേരിയബിളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് നം നമുക്ക് ഇൻപുട്ട് ചെയ്യാനും ഒന്ന് ans എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ആ നം ഇൻറ്റു നം ആ സ്ക്വയർ ചെയ്തിട്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി document.frm square.value ഈക്വൽ ടു ans എന്ന് പറയുമ്പോൾ ആ എന്താണോ നമ്മളവിടെ ചെയ്തത് അതിൻ്റെ ആൻസർ നമുക്ക് ANSലേക്ക് സ്റ്റോർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഫംഗ്ഷൻ്റെ ഭാഗമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല നമ്മൾ കൊടുത്തിട്ടുള്ളത് ഹെഡിനകത്താണ്, മറക്കരുത്. ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഹെഡിനകത്ത് തന്നെ നമ്മളൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നം ഈക്വൽ document.frm square.txt num.value എന്ന് വെച്ചാൽ നമ്മൾ ഒരു ടെക്സ്റ്റ് ബോക്സിനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ എൻ്റർ ചെയ്യണ വാല്യൂ, ആ വാല്യൂ ആണ് നമ്മളുടെ നമ്മിൻ്റെ വാല്യൂ എന്നർത്ഥം. അത് കഴിഞ്ഞ് ANS ഈക്വൽ നം ഇൻറ്റു നം. അപ്പോൾ ഈ നം ഇൻറ്റു നം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ആൻസറിലേക്ക് സ്റ്റോർ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യണേ, ആ വാല്യൂനെ നമുക്ക് വേറെ ഇതുപോലൊരു ടെക്സ്റ്റ് ബോക്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഫോമിൽ, ആ ബോക്സിനകത്താണ് നമ്മൾ പ്രിൻ്റ് ചെയ്യിക്കണേന്നർത്ഥം. അത് കഴിഞ്ഞ് ഹെഡ് ക്ലോസ് ചെയ്തു, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്ത ശേഷം ഹെഡ് ക്ലോസ് ചെയ്തു. അടുത്തതായിട്ട് വേറൊരു എക്സാമ്പിൾ നമ്മൾ പഠിക്കാൻ പോവാണ്. ഇനി കോംബോ ബോക്സ് വെക്കുമ്പോൾ വേറൊരു കാര്യം, സെലക്റ്റഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിരുന്നു പ്രോഗ്രാമിനകത്ത്. എന്താണ് ഈ സെലക്റ്റഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ? അതായത് ഈ കോംബോ ബോക്സിനകത്ത് നമ്മൾ ആദ്യം കൊടുക്കണം വാല്യൂ. അപ്പോൾ ഇൻഡെക്സ് 0, അത് കഴിഞ്ഞ് 1 അല്ലെങ്കിൽ 2, അത് കഴിഞ്ഞ് 3, അങ്ങനെയാണ് പോണത്. അപ്പോൾ ആ സെലക്റ്റഡ് ഇൻഡെക്സ് എന്ന പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഏത് ഇൻഡെക്സ്, അതായത് എത്രാമത്തെ, ഇപ്പോൾ ഫസ്റ്റ് 1 ആണോ സെലക്ട് ചെയ്യണേ കോംബോ ബോക്സിൽ, സെക്കൻഡ് 1 ആണോ സെലക്ട് ചെയ്യണേ, അത് നമുക്ക് കറക്റ്റായിട്ട് ആ സെലക്റ്റഡ് ഇൻഡെക്സ് എന്ന പ്രോപ്പർട്ടിയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രോപ്പർട്ടി നമ്മൾ കോംബോ ബോക്സിൽ ഉപയോഗിച്ചത്. അടുത്ത എക്സാമ്പിൾ, വെബ് പേജ് വാലിഡേറ്റ്സ് ദ നെയിം ആൻഡ് ദ ഏജ്. നമ്മൾ ഒരു വെബ് പേജിലേക്ക് നെയിമും ഏജും കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അതിന് നമ്മളൊരു കണ്ടീഷൻ കൊടുത്ത് വാലിഡേറ്റ് ചെയ്യണമെന്നാണ് പറയാൻ പോണത്. HTML ഹെഡ് ടൈറ്റിൽ ജാവാസ്ക്രിപ്റ്റ് വാലിഡേഷൻ, ടൈറ്റിൽ ക്ലോസ് ചെയ്തു. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്, ഫംഗ്ഷൻ ചെക്ക് ഡാറ്റ, നമ്മൾ ചെക്ക് ഡാറ്റ എന്ന പേരിൽ ഒരു ഫംഗ്ഷൻ വെക്കുന്നു. var t നെയിം, t ഏജ്, n ഏജ്, 3 വേരിയബിൾ. ടി നെയിമിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബോക്സിൽ നെയിം കൊടുക്കണം. അപ്പോൾ document.frm valid.txt name.value, അപ്പോൾ നമുക്ക് ആ നെയിം ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഇഫ് t_name ഈക്വൽ ടു സ്പേസ് ആണെങ്കിൽ പ്ലീസ് എൻ്റർ ദ നെയിം, എന്നിട്ട് റിട്ടേൺ. അതേപോലെ ഇഫ് t_name .length less than 5 ആണെങ്കിൽ നെയിം മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 5 ക്യാരക്ടേഴ്സ് എന്ന മെസ്സേജ് അലർട്ട് ഫംഗ്ഷൻ കൊടുത്തത് കൊണ്ട് ഡിസ്പ്ലേ ആവും, എന്നിട്ട് റിട്ടേൺ വരും. അതേപോലെ ഇത് രണ്ടും അപ്ലിക്കബിൾ അല്ല, അതായത് ഏതെങ്കിലും ഇതിലൊരെണ്ണം അപ്ലിക്കബിൾ ആയിരിക്കും പ്രോഗ്രാമിൽ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് അവിടെ അത് വർക്ക് ആവണം. ഇനി അടുത്തതായിട്ട് t_age നമ്മൾ കൊടുക്കുകയാണെങ്കിൽ document.frm valid.txt age.value എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ വയസ്സ് എൻ്റർ ചെയ്യണമെന്നർത്ഥം.